ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ലഭിച്ച ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 6-ാം മാസത്തിൽ ജനനം, ഒരു കണ്ണിന് മാത്രം കാഴ്ചശക്തി, അതും 60% മാത്രം. എന്നാൽ 2026 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ +2-ന് 1200-ൽ 1200 മാർക്കും നേടിയ മരിയ കൃപ മൈക്കിൾ ഇന്ന് ഗുഡ്നസ് ടിവിയോടൊപ്പം ചേരുന്നു. മരിയ, പ്രത്യേകം സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഒത്തിരി പേരുടെ സ്വപ്നമാണ് 1200-ൽ 1200 മാർക്കൊക്കെ നേടുക. അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല, പക്ഷേ വലിയൊരു നേട്ടമാണ് മരിയയെ സംബന്ധിച്ചത്. അപ്പൊ എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ദൈവത്തിനോട് നന്ദിയാണ്. കാരണം ദൈവത്തിനൊരു അനുഗ്രഹം ഇല്ലാതെ ഇത് നേടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അതോടൊപ്പം നന്ദി പറയാനുള്ളത് വീട്ടുകാരോടും പിന്നെ എൻ്റെ SHL ടീച്ചേഴ്സിനോടുമാണ്. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരോടും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരു നന്ദി പറയാം. ഓക്കെ, എങ്ങനെയായിരുന്നു പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട്? കാരണം ചെറിയൊരു കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ഒരു പരീക്ഷാ സമയത്തൊക്കെ? പരീക്ഷാ സമയത്ത് എനിക്ക് ഫോർച്ചുനേറ്റ്ലി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നില്ല ഫൈനൽ എക്സാമോട് അടുപ്പിച്ച്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് എക്കണോമിക്സ് എക്സാമിൻ്റെ ടൈമൊക്കെ ആയപ്പോഴേക്കും ചെറിയ പനിയൊക്കെ വന്ന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വീട്ടുകാർ നല്ലോണം സപ്പോർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് മമ്മിയും സിസ്റ്ററൊക്കെ ഒത്തിരി നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല, ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ഇതുപോലെ പഠിച്ചാൽ മതി എന്നുള്ളതാണ് അവരെപ്പോഴും പറഞ്ഞത്. കൃപ ആരംഭത്തിൽ പറഞ്ഞു ദൈവത്തിന് നന്ദി ആദ്യമേ പറയുന്നു എന്ന്. എങ്ങനെയായിരുന്നു ചെറുപ്പം മുതൽ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ വളർന്നു വരാനായിട്ട്? എങ്ങനെയായിരുന്നു ദൈവത്തോടുള്ള ഒരു ബന്ധം ചെറുപ്പം മുതൽ എങ്ങനെയായിരുന്നു? അതിന് ആദ്യം തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട എൻ്റെ അമ്മയ്ക്കാണ്. കാരണം മമ്മി കുഞ്ഞിലെ മുതൽ എന്നെ ആയാലും ചേച്ചിനെ ആയാലും ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നായിരുന്നു എപ്പോഴും പറഞ്ഞിരുന്നത്. അപ്പോൾ കുഞ്ഞിലെ മുതലേ മമ്മി അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ തരുമായിരുന്നു. അതായത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതേപോലെ കൊന്ത ചൊല്ലുക, അല്ലെങ്കിൽ ബൈബിളിൽ ഒത്തിരി വായിക്കുക, വചനങ്ങൾ പറഞ്ഞ് രാവിലെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞങ്ങൾ എപ്പോഴും സ്കൂളിൽ പോയിരുന്നത്. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴേക്കും 3 മണി സമയമാകുമ്പോഴത്തേക്കും കൊന്ത വീട്ടിൽ ചെല്ലുമായിരുന്നു. അല്ല ഇപ്പോൾ ഞങ്ങൾ സ്കൂളിലാണ് എങ്കിൽ ആ ടൈമിൽ നമ്മൾ വാച്ചിൽ സമയം നോക്കിയിട്ട് ഒരു നിമിഷം മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ എക്സാം അടുക്കാറാകുമ്പോഴേക്കും മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ മമ്മി എപ്പോഴും എൻകറേജ് ചെയ്യുമായിരുന്നു അങ്ങനെ ദൈവകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ. എന്നോടെപ്പോഴും പറഞ്ഞിരുന്നത്, നീ പഠിക്കാൻ ടൈം സ്പെൻഡ് ചെയ്തില്ലേലും അത് നിനക്ക് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ അത്രയും സമയം നിനക്ക് എത്രത്തോളം ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനായിരുന്നു എപ്പോഴും മമ്മി പറഞ്ഞത്. കൃപ ഒരു ജെൻസി യൂത്ത് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ജെൻസി കാലഘട്ടത്തിൽ പിള്ളേരെ പറ്റി പറയുന്നവർക്ക് ഈ എന്തെങ്കിലും വെല്ലുവിളി അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോൾ അതിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് അവർ നിരാശരാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കൃപയെ കാണുന്ന യങ്സ്റ്റേഴ്സിനോട് എന്താ പറയണത്? എനിക്ക് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ പറഞ്ഞ പോലെ ജെൻസി അത്ര സ്ട്രോങ് അല്ല എന്നുള്ളൊരു കാര്യമാണ് പറയാറ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി മെൻ്റലി അവെയർ ആയിട്ടുള്ള ഒരു ജനറേഷനായിട്ടാണ് ഫീൽ ചെയ്തത്. മേ ബി അവർ ലാഷ് ഔട്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു എന്താണ്, ഈ അവയർനെസ് ഉണ്ടായതെന്നുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഇവഞ്ച്വലി ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് അതൊരു കൺട്രോളിൽ എത്തുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എന്നെ കാണുന്ന എൻ്റെ അതേ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇടുക, അതിനെന്തായാലും റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇന്നലെ എന്നെ ഒരു അങ്കിള് വിളിച്ചിരുന്നു. അങ്കിൾ എന്നോട് പറഞ്ഞത്, ചേസ് യുവർ ഡ്രീം അലോങ് വിത്ത് പ്രെയർ ആൻഡ് ദാറ്റ് വിൽ ഗിവ് യുവർ റിസൾട്ട് എന്നാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷണലായിട്ട് തോന്നി. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഇവിടെയുള്ള കാണുന്ന എല്ലാവരും പറയാറുള്ളത്. പിന്നെ ജെൻസിയുടെ പറഞ്ഞപ്പോൾ ചിലരുണ്ട് അവരുടെ കഴിവിൽ മാത്രം വിശ്വസിക്കും, ഒരുപക്ഷെ പള്ളിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫെയ്ത്തിനോട് വലിയൊരു താല്പര്യം കാണിക്കാതിരിക്കുക. എങ്ങനെയാണ് നമുക്കിപ്പോൾ ഫെയ്ത്ത് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഫെയ്ത്തിനെ കൂടെ പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം?
അതായത് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരു കോമൺ ട്രെൻഡ് എന്ന് വെച്ചാൽ ഒത്തിരി പേര് അങ്ങനെ ദൈവത്തിൽ അവരുടെ ഫാമിലിയൊക്കെ റിലീജിയസ് അങ്ങനെ ആയാൽ കൂടി കുറേ പേര് പേഴ്സണലി അങ്ങനെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എത്തിസത്തിലോട്ട് ടേൺ ചെയ്യുന്ന അങ്ങനെ ഒത്തിരി പേരെ കേട്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവരിലെല്ലാവരിലും കണ്ടിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ദൈവത്തിന് വേണം. അന്ന് വരെ പോകാത്ത ആൾക്കാരെല്ലാവരും പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കും. എനിക്ക് പക്ഷെ പറയാനുള്ളത് നമ്മൾ ഒരു ദൈവത്തിനായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ടാണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ ഫെയ്ത്ത് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് തന്നെ ആയാലും ഞാൻ പഠിച്ച് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് എക്സാമുകളിൽ ചെല്ലുമ്പോഴേക്കും ഇത് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകരുത്, നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മ വരണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറിന് വേണമെങ്കിൽ തീരുമാനിക്കാം എന്തിന് ഇയാൾക്ക് ഫുൾ ഇട്ട് കൊടുക്കണം, ഒരു മാർക്ക് കളയാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മികച്ച റിസൾട്ട് കിട്ടുന്നത്. അപ്പം അതിനെന്തായാലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ വേണം. ഇപ്പൊ കൃപ പറഞ്ഞു എക്സാം ടൈമിൽ മാത്രം ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഒരു ട്രെൻഡ് ഉണ്ടെന്ന്. കൃപയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ഡെയിലി ആ ഒരു ഈശോയോടൊപ്പം ആയിരുന്നു അതോ എക്സാം ടൈമിൽ കൂടുതൽ, അങ്ങനെയൊക്കെ എന്തായിരുന്നു അത്? ഞാൻ എപ്പോഴും ദൈവത്തിനോടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും എന്താ പറയുക, എൻ്റെ വിഷമങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കൃപയുടെ വ്യക്തിപരമായ ഒത്തിരി അഭിപ്രായങ്ങൾ കേട്ടു. തീർച്ചയായിട്ടും കൃപയെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളും നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം. കൃപയുടെ അമ്മ അല്ലേ, പേര് ഷീല. തീർച്ചയായിട്ടും ഒരു അമ്മ എന്ന നിലയിൽ ഇപ്പോൾ ഒത്തിരി സന്തോഷം കാണും. കാരണം എല്ലാ അമ്മമാരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് സ്വന്തം മക്കൾക്ക് നല്ല രീതിയിലുള്ള മാർക്കൊക്കെ ലഭിക്കുക. കൃപയെ സംബന്ധിച്ച് ചെറിയ ചെറിയ പോരായ്മകൾ, എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തോട് ചേർന്ന് നിന്ന് നിങ്ങൾ അതിനെ വലിയൊരു നിറവാക്കി മാറ്റി. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് എൻ്റെ ഈശോനോടും മാതാവിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം മരിയ ഒരുപാട് സഹനത്തോടെ കടന്നുപോയ കുട്ടിയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈശോക്ക് ഫസ്റ്റ് പ്ലേസ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യത്തിന് പോയാൽ മതി എന്നാണ്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. കാര്യം അവരുടെ കുറേ സമയം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചായിരുന്നു. അപ്പോൾ ഈശോയെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതോർത്തിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃപ 6-ാം മാസത്തിലാണ് ജനിക്കുന്നത്. ഒരു കണ്ണിന് 60% മാത്രമേ കാഴ്ചശക്തിയുള്ളൂ. ആ ഒരു സമയമൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? ആ ഒരു പ്രസവ സമയത്ത് ആ ഒരു സന്ദർഭമൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു അമ്മനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൂട്ടീൻ ചെക്കപ്പിന് പോകുന്നു. പക്ഷേ ഭയങ്കര വേദന ആയതുകൊണ്ട് ലേബർ റൂമിൽ നമ്മളെ കയറ്റി കഴിഞ്ഞിട്ട് ഈ പെയിൻ ഒരു വിധത്തിലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മിക്കവാറും ഇത് ഡെലിവറി ആവുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയൊന്നും ഇല്ല, നോർമൽ ഡെലിവറി ആണ് നടന്നത്. എന്നെ ഡോക്ടർ കാണിച്ചു തന്നു കുഞ്ഞിനെ. നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു കുഞ്ഞ്, വളരെ ചെറുതാണ് കൊച്ച്, പക്ഷെ കൈയും കാലൊക്കെ ഇട്ട് ഭയങ്കര അടി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ഈ കുട്ടീനെ കിട്ടുമെന്ന്. നിങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തതെന്ന്. ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ബെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ ബെഡ് ഉണ്ട്. എൻ്റെ മോളുടെ ചികിത്സ അവർ നന്നായിട്ട് ചെയ്ത്. അവിടെ ഞങ്ങൾക്ക് 2 ഡോക്ടേഴ്സിനെ കിട്ടി, ഡോക്ടർ ആനന്ദും ഡോക്ടർ ബീനെ. നന്നായിട്ട് നോക്കി. ഞങ്ങൾക്ക് അധികം നാളൊന്നും അവിടെ കിടക്കാതെ 3 മാസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാൻ പറ്റി. പക്ഷെ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് പോയപ്പോഴാണ് മോൾക്ക് ROP ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ അവർ നോക്കിയിട്ടാണ് വിട്ടത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് വന്നപ്പോഴാണ് ഈ രോഗം ഡെവലപ്ഡ് ആയതും ഉടനെ തന്നെ ലേസറൊക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ? പ്രീ ടേം ബേബി ആയിരുന്നു കൊണ്ട് ഭയങ്കര കെയർഫുള്ളായിരുന്നു. ഫീഡിങ് ഒക്കെ ഭയങ്കര കെയർഫുള്ളായിരുന്നു. പിന്നെ കുറേ രോഗങ്ങൾ
അടുത്തൂടി പോയാൽ മതി, അപ്പോൾ വരും നമുക്ക്. ചെറുപ്പം മുതലേ പഠന കാര്യങ്ങളിൽ എങ്ങനെയായിരുന്നു കൃപ? കൃപ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ചെറുപ്പത്തിൽ ആ പിന്നെ സ്കൂളിൽ ഇങ്ങനത്തെ കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. സ്കൂളിൽ പോകാനും ആൾക്ക് ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ വിടൂലായിരുന്നു. എനിക്ക് എൻ്റെ മോള് എന്താണ് മെൻ്റലി അവൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അല്ല ഒരു പഠിക്കെന്നും പറഞ്ഞ് ആ കൊച്ചിൻ്റെ സന്തോഷം കെടുത്താനും. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലല്ലോ, അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ പോകുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൃപയിൽ നോക്കിയ എന്നെ ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, കൃപ സ്കൂളിൽ പോയില്ലെങ്കിലും നോട്ട്സ് ഒക്കെ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിനും ഒരു പ്രശ്നമില്ല, നമ്മൾ ഒരാഴ്ച ലീവ് എടുത്താലും ടീച്ചേഴ്സിനും ഒരു പ്രശ്നമില്ല. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് കൃപ തന്നെ നോട്ട്സ് എല്ലാം എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, ഫോൺ വിളിച്ച്, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ടാണെങ്കിലും ആൾക്ക് തല ചരിച്ചിട്ട് നോക്കാനേ പറ്റുള്ളൂ. ബോർഡിൽ ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഒട്ടുമില്ല. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര തലവേദന വരും. പക്ഷെ ഞാൻ വിഷമിക്കുമെന്ന് ഓർത്ത് കൃപ ഇതൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. കൃപ തന്നെ ഉള്ളിൽ സഫർ ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്കിതൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ പറയും, ആ ക്ലാസ്സിൽ പോകാൻ മടിയാണെങ്കിൽ വേണ്ട, പോകണ്ട. കാര്യം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നോക്കിയാൽ തലവേദന വരും, അതാണ് ആൾക്ക് ബുദ്ധിമുട്ട്. പോകാനും മടി, അതാണ് കാര്യം. പക്ഷെ ഇതൊന്നും എന്നോട് പറയാത്തതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കി എടുത്ത് കൃപനെ ഫോഴ്സ് ചെയ്യില്ലായിരുന്നു. പക്ഷെ കൃപ നന്നായിട്ട് പഠിച്ചു. പിന്നെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോഴൊക്കെ. പിന്നെ കൊറോണ ടൈമിൽ നമ്മൾ ഒരുപാട് നേരം വീട്ടിലിരുന്നല്ല, അപ്പം നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി. പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് കൃപ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ട്വിസ്റ്റായിരുന്നു. കൃപക്ക് സ്കൂൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എവിടെയായിരുന്നു? ചിന്മയ വിദ്യാലയ. അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അവരിങ്ങനെ സ്കൂളിൽ ചെന്നില്ലെങ്കിലും എന്താണ് വഴക്കൊന്നും പറയില്ലായിരുന്നു. പിന്നെ അവിടെ എന്താണ് കൃപക്ക് സ്കൂളിൽ ചെന്നപ്പോൾ കുറേ ഫ്രണ്ട്സ് കിട്ടി കൊറോണ കഴിഞ്ഞ ശേഷം. പഠിത്തത്തിലും നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ തുടങ്ങി. എസ്പെഷ്യലി ഹിസ്റ്ററിക്കൊക്കെ ഫുള്ളാണ്. അപ്പൊ അത് കുറേ വായിക്കേണ്ട സബ്ജക്റ്റ് അല്ലേ. ഞാൻ തന്നെ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിരുന്നു എങ്ങനെ മോൾക്ക് ഇത് സാധിച്ചെന്ന്. പിന്നെ ലാംഗ്വേജിനും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കൃപക്ക് എന്താണ് ഇങ്ങനെ വായിക്കാൻ പറ്റില്ലല്ലോ ഒത്തിരി. അപ്പൊ ഇവന്റെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്ഡ് ആവുമെന്ന്. പക്ഷെ ഒരു ദിവസം ഞാൻ കൃപ ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്, അത് ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു ബൈസിക്കിളിനെ പറ്റിയാണ് എഴുതിയത്, പക്ഷെ അത് ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത്, വായിക്കാതെ തന്നെ ഇത്രയും നോളജ് എങ്ങനെ കിട്ടിയെന്ന്. അതുപോലെ മലയാളത്തിൽ CBSEയുടെ 10th റിസൾട്ട് വന്നപ്പോൾ മലയാളത്തിന് ഫുൾ മാർക്കായിരുന്നു. സബ്ജക്റ്റ് ലാംഗ്വേജ് ടോപ്പറായിരുന്നു. ഹിസ്റ്ററിക്കും സബ്ജക്ട് ടോപ്പറായി, അതിനും ഫുള്ളായിരുന്നു. അമ്മയോട് ലാസ്റ്റ് ഒരു ചോദ്യം. ഒത്തിരി അമ്മമാര് ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുന്നുണ്ടാവും. അവരുടെ മക്കളും ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിനറിയാം എന്താണ് നമ്മളുടെ മക്കൾക്ക് വേണ്ടതെന്ന്. അത് ഈശോ കറക്റ്റ് സമയത്ത് നമ്മളുടെ മക്കൾക്ക് തരും. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ വഹിച്ചുകൊണ്ടേയിരിക്കുക. കൃപയുടെ ഫാദർ അല്ലേ, പേരെന്ന് പറയുന്നത്? മൈക്കിൾ ആന്റണി. സണ്ണി എന്ന വിളിപ്പേര് മൈക്കിൾ ആന്റണി എന്നാണ്. കൃപ പറയുന്നുണ്ടായി പപ്പ വാസ് വെരി സപ്പോർട്ടീവ്. അപ്പോൾ എങ്ങനെയാണ് കൃപ? മമ്മി, എനിക്ക് തോന്നുന്നു മമ്മി ഇടയ്ക്ക് എവിടെയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു മിറക്കിൾ ബേബി ആയിരുന്നു കൃപ എന്ന്. എങ്ങനെ ഓർത്തെടുക്കുന്നു കൃപയെ? കൃപയുടെ ജനനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എങ്ങനെ അത് റിക്കളക്ട് ചെയ്യുമെന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷൻ സ്റ്റേജിലൂടെ ആയിരുന്നു. ടെൻഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടീൻ ചെക്കപ്പിന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഒരു എല്ലാ മാസത്തെയും പോലെ ഒരു സാധാരണ ചെക്കപ്പിന് പോകുന്നു. ഞാനും ഒരുമിച്ച് ചെല്ലുന്നു. അവിടെ ചെന്ന് ഇയാളെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ പെയിൻ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ലേബർ റൂമിൽ കയറ്റിയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ലേബർ റൂമിലോട്ട് കയറ്റി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വെളിയിലോട്ട് വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഡെലിവറി ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് 6ാം മാസത്തിലുള്ളൊരു ചെക്കപ്പാണെന്നോ ഇപ്പോൾ ഡെലിവറി ആയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു പിന്നെ ആ ഒരു പ്രോബ്ലംസ് ഒന്നും എൻ്റെ മനസ്സിലൊന്നും അപ്പോൾ വരുന്നില്ല. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കുഞ്ഞിനെ തരിക. കുഞ്ഞിനെ തരുമ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ
കോഴിക്കടയിൽ പോയിട്ട് കോഴിനെ തൊലി പൊളിച്ച് വാങ്ങിക്കത്തില്ല, അതേ അവസ്ഥ. സ്കിന്നൊന്നും ഇല്ല, അതായത് രണ്ട് കയ്യിൽ ഒതുങ്ങുന്ന രീതി. അത്ര ആ കുമ്പിളില് ഈ കൈക്കുമ്പിളിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ്, ഒരു പൊടിക്കുഞ്ഞ്. നമ്മൾ പൊടിക്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, ആദ്യമായിട്ടാണ് അങ്ങനെ കയ്യിലോട്ട് എടുത്തു വെച്ചപ്പോ ആ ഒരു സമയത്ത് ആ എന്തായിരുന്നു? സമയത്ത് ഞാൻ ഒരു ബ്ലാങ്ക് ആയി പോയി. ഇത് ചിന്തിക്കണം, എന്താണ് ഈ അവസ്ഥ, ഇനി കുഞ്ഞിനെന്താവും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇമോഷണലിനേക്കാളുപരി ഞാനത് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. ഒന്നും നമുക്ക് ആ മെഡിക്കൽ കാര്യങ്ങളൊക്കെ പറ്റി ഒന്നും ചിന്തയേ വരുന്നില്ല. ഡോക്ടർ പറഞ്ഞ് ഇതാണ്, ബ്രീത്ത് ചെയ്യുന്നുണ്ട്, കൈയും കാലൊക്കെ നല്ല ആക്റ്റീവാണ്, നിങ്ങൾ ബെറ്റർ ട്രീറ്റ്മെന്റ് നോക്ക്, വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ഒരു ചെയ്യുന്ന. വിശ്വാസി എന്ന നിലയിൽ ആ ഒരു സന്ദർഭമൊക്കെ മനസ്സിൽ ഓർക്കുമ്പോൾ ഒരു പക്ഷെ രണ്ട് രീതിയിൽ ചിന്തിക്കാം. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ആ ഒരു സമയത്തെ മനോഭാവം? എൻ്റെ അപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഞാൻ അത്ര ദൈവമായിട്ട് അത്ര അടുത്ത്, എന്ന് വെച്ചാൽ വിശ്വാസ ജീവിതത്തിൽ അത്ര ഒരു എന്താ പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് വരുന്ന ആളായിരുന്നില്ല അന്ന് ആ സമയത്ത്. പക്ഷെ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ദൈവം തന്നെ എന്നെ മോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇത് നിനക്കൊരു എന്താ പറയുന്ന വിശ്വാസ ജീവിതത്തിലോട്ട് വരാനുള്ള ഒരു മാർഗമാണെന്നുള്ള രീതിയിൽ എന്നെ ഉള്ളിൽ തന്നെ എന്നെ പിന്നെ പ്രചോദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ശരിക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ബാക്ക് വരുമ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് നമ്മൾ സെറ്റ് ബാക്കിലൂടെയാണ് നമ്മളെ ദൈവത്തോട് അടുക്കുന്നത്. എൻ്റെ ഒരു എങ്ങനെയാണ് കൃപയുടെ ചെറുപ്പ കാലഘട്ടമൊക്കെ, അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ വിടുന്ന സമയം ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉള്ളില്? ഇവൻ ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇതെന്ന് വെച്ചാലേ സ്കൂളിൽ പോകാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇയാളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവനെ എങ്ങനെയെങ്കിലും സ്കൂളിൽ വിടണമെന്നുള്ളത്. ഒരു തവണ ഒരു ഇതുണ്ടെന്ന് വെച്ചാല് ഇവന് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമില്ല, ബൈക്കിൽ പോകണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുക. അപ്പം ഞാനിവനെ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഇയാൾ കരയാനൊക്കെ തുടങ്ങി, എന്നാലും പിന്നെ ഞാൻ നിർബന്ധിച്ച് അവനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അതിപ്പോഴും പറയും, പപ്പ എന്നെ ഡാഡി എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി, മമ്മിയാണെങ്കിൽ എന്നെ വിടത്ത് പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇമോഷണലി ഒന്നും ചിന്തിക്കാറില്ല. സ്കൂളിൽ പോയാൽ കൂട്ടുകാരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഞാൻ കരുതി. പക്ഷെ സ്കൂൾ കാലഘട്ടത്തിൽ ആദ്യത്തെ കുറേ ഒരു 1, 2, 3 വർഷങ്ങൾക്കൊക്കെ കൊച്ചിന് കുറച്ച്, കാരണം നല്ല കൂട്ടുകാരില്ല, എല്ലാവരുമായിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ട് ഇവൻ്റെ ഈ ഒരു ഡിഫിക്കൽട്ടി കൊണ്ട് പിന്നെ ക്ലോസ് ആയിട്ട് പെരുമാറും. പക്ഷെ അത് കഴിഞ്ഞ് ഈ കൊറോണ പീരീഡ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. അവൻ ഭയങ്കരമായിട്ട് മാറി, ഒത്തിരി ഫ്രണ്ട് സർക്കിളായി. അതായത് ഈ ആദ്യത്തെ 1-2 വർഷക്കാലത്ത് ഇവൻ എഴുതിയൊരു ആർട്ടിക്കിൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഒരു ലിറ്റററി, അത് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് എവിടെയോ വെച്ച് ഞാൻ മറന്നു വരും. അതായത് ദൈവത്തിനോട് ഡയറക്റ്റ്ലി ചോദിക്കുന്ന പോലത്തെ കുറേ റൈറ്റിങ്സ്. ഞാനിങ്ങനെയാ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലല്ല, എന്തിനെന്നെ ഇങ്ങനെ, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇമോഷണൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ. അത് ഞാൻ നോക്കി എവിടെയോ ഉണ്ടോ. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ തന്നെ 1200-ൽ 1200 നേടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു സംഭവമല്ല. എങ്ങനെയാണ് ഒരു ഫാദർ എന്ന നിലയിൽ ഒരു അഭിമാന നിമിഷത്തെ എങ്ങനെ നോക്കിക്കാണും? അഭിമാന നിമിഷം എന്ന് വെച്ചാൽ ഇത് പിന്നെ എനിക്ക് വന്ന പത്ര സഞ്ചാറാണ് പെട്ടെന്ന് ഓർമ്മയുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ എളിമയോടെ നിൽക്കുക, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുക എന്ന് പറയില്ല. ആ ഒരു വേർഡിങ്സ് ആണ്, ആ ഒരു വേർഡ് ഓഫ് ഗോഡാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ പാരൻസ് ഇപ്പോൾ പൊതുവെ എല്ലാ മക്കളെയും കുറിച്ച് ആകുലരാണ്, അവർക്ക് എന്ത് സംഭവിക്കും, അവരെങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഉള്ളൊരു എല്ലാ പാരൻസിനും ഉള്ളതാണ്. അത് പിന്നെ ലോകത്തിലുള്ള എല്ലാ പാരൻസിനും. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉള്ള ഒരു ചേഞ്ചാണ് ഞങ്ങളുടെ ജീവിതം. കയറി വരുമ്പോൾ തന്നെ ഒരു രൂപക്കൂടാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. രൂപങ്ങളുണ്ട്, പിന്നെ അത് മാത്രമല്ല ഒത്തിരി ബൈബിൾ, 1, 2, 3, 4, 5 ബൈബിളോട് ഇരിപ്പുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലൊരു വിശ്വാസം? 5 ബൈബിൾ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ 4 പേരുടെയാണ് ബൈബിള്. പിന്നെ ഒരെണ്ണം പേഴ്സണൽ ബൈബിൾസ്, പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളാണ്. അപ്പൊ ക്രിബിനെ ഹോസ്പിറ്റലിൽ കിടത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ എന്താണ് പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടായിരുന്നു പഠിച്ചു വരച്ച് എല്ലാം ഓരോ വചനവും എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, കൃപന ഒരു മിറക്കൽ ബേബി ആയിരുന്നു. ഈ ഡോക്ടർ എന്തെങ്കിലും ബാഡ് ന്യൂസ് പറയുമ്പോൾ ഞങ്ങൾ വിളിക്കും, ഞാൻ ബൈബിൾ വായിച്ച് അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം ഗുഡ് ന്യൂസ് ആയിട്ട് മാറും. അപ്പോൾ
എനിക്ക് ഇതിലെ രഹസ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളെ ഇതുപോലെ ഞാൻ പഠിപ്പിച്ചെടുക്കണം. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ബൈബിളൊന്നും വായിക്കുന്ന ഇഷ്ടമല്ല, ആഡറേഷൻ സെൻറ്ററിൽ പോയിരിക്കണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ് പുള്ളിക്കാരനും ബൈബിൾ എടുത്ത് വായിച്ച്. പുള്ളിക്കാരൻ ആദ്യം വായിക്കുമ്പോൾ പറയുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ആദ്യം ചുമ്മാ വായിച്ചോ, പിന്നെ കർത്താവ് ഇടപെട്ടോളന്ന്. കർത്താവ് മനസ്സ് തുറന്നു കൊടുത്ത് ആ വചനങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ളത്. പിന്നെ ഹസ്ബൻഡും ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ച്. പിന്നെ 2 പിള്ളേരും ഞാൻ എന്ത് പറഞ്ഞാലും, ആത്മീയ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അവർ അതേപോലെ അനുസരിക്കും. അവർക്ക് അറിയാം മമ്മി എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവും, ഈശോ ഇടപെടും. അപ്പോൾ അവർ നന്നായിട്ട് ഞാൻ പറയുന്നതൊക്കെ അവർ ചെയ്യും. സങ്കീർത്തനങ്ങൾ വായിക്കും. ഞങ്ങൾ 4 പേരും വെളുപ്പിനെ 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് ബൈബിൾ വായിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം എല്ലാ ദിവസവും അരമണിക്കൂർ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കും, ഇങ്ങനെ ചാപ്റ്റർ വൈസ്. അപ്പോൾ അരമണിക്കൂറിൽ എത്ര വായിക്കാൻ പറ്റും അത്ര വായിക്കും. പിന്നെ എന്താണ് ഈ ഇംഗ്ലീഷ് ബൈബിൾ എന്ന് വെച്ചാൽ ചില ആൾക്കാരെ നമ്മളെ വിളിക്കുമ്പോൾ അവരോട് നമ്മൾ ഓരോ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മലയാളം അറിയാൻ പാടില്ല. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കും ഇത് ഏത് വേഴ്സാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ബൈബിൾ വെച്ചേക്കുന്നത്. പിന്നെ പിള്ളേരും അവർക്കും കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ, അപ്പോൾ അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ഇംഗ്ലീഷ് ബൈബിളിലാണ്. ഏത് വചനഭാഗം ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് ആന്റി എപ്പോഴും ജീവിതത്തിൽ ഓർക്കാം? ലൂക്കോ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതാണ് ഫേവറേറ്റ്. തീർച്ചയായിട്ടും കൃപ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു അത്ഭുതം ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പേഴ്സണൽ ലൈഫിലോ നിങ്ങളുടെ ഫാമിലിയിലോ? അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം കൈവിട്ട് പോകേണ്ട ഒരു സമയം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ തോമ്പടി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാർട്ട് പ്രോബ്ലം ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ തോന്നി. പെട്ടെന്ന് വെട്ടി വേർക്കാൻ തുടങ്ങി. വാഷ്റൂമിൽ പോകണം കണ്ടിന്യൂസ് ആയിട്ട്. പെയിൻ റേഡിയേറ്റ് ചെയ്യണം തുടങ്ങി ബാക്കിൽ കൂടി. ഇപ്പോൾ വൈഫിൻ്റെ അസ്വസ്ഥത കണ്ടിട്ട് പുള്ളിക്കാരത്തി ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ഇങ്ങനെ മെഡിക്കലിൽ പഠിച്ചിട്ടുള്ളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ തന്ന് ഡോക്ടർ പറഞ്ഞ് വേഗം ഒരു മേജർ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മെഡിക്കൽ ടെസ്റ്റിലോട്ട് വന്നു. അവിടെ ഞാൻ നേരെ കാർഡിയാക് ICUലോട്ടാണ്. ബാക്കി എന്താണ് അത്ഭുതം നടന്നതെന്നുള്ളത് വൈഫ് തന്നെ പറയും. ഞങ്ങൾ ലോക്കലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഭയങ്കര സീരിയസ് ആണ്, ഇത് ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഒരു ഉറപ്പുമില്ല. പക്ഷേ അവർ ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തന്നിട്ട് ഞങ്ങൾ വേഗം ആംബുലൻസിൽ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വിട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇരുന്ന് വെച്ചു. എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ ജപമാലൊക്കെ ചൊല്ലി എന്നോട് ആരുമല്ല ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പുറകെ നിന്നിട്ട് നോക്കുന്നത് തന്നെയാണ്. ഞാൻ കരയുന്നുണ്ടാ, ഞാൻ ഡെസ്പാവുന്നുണ്ടാ. പക്ഷേ ഞാൻ കൂളായിട്ട് ഇരിക്കണ കാരണം കൊണ്ട് ഹസ്ബൻഡും വലിയതായിട്ട് ടെൻഷൻ എടുത്തില്ല. ഞങ്ങൾ അവിടെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഉടനെ ഹസ്ബൻഡിനെ ആൻജിയോഗ്രാം ചെയ്ത് അതൊക്കെ ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടാണ് തോന്നിയത്. പക്ഷേ അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തിച്ച് കറക്റ്റ് ടൈമിന് ഇതിന് ഞങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റി, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റി, കറക്റ്റ് ടൈമിൽ സ്റ്റെൻറ്റ് ഇടാൻ പറ്റി. അപ്പോൾ ഇത് ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്താണെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. കാര്യം നമുക്ക് കൊറോണ ടൈമാണ്, നമുക്ക് എല്ലാം ദൈവം എല്ലാം ക്രമീകരിച്ച് തന്നു. നമ്മളൊരു സഹനത്തോടെ കൂടെ കൊണ്ടുപോയി. ജസ്റ്റ് ദൈവം നോക്കുന്നതെന്ന് നമ്മൾ ആ സമയത്തും ദൈവത്തെ തള്ളി പറയോ ഇല്ലേ എന്ന് നോക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഈശ്വരനെ വിളിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാലയും ചൊല്ലി ഞങ്ങൾ 3-ാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ജപമാല ചൊല്ലി. മറ്റുള്ളവർ വിശ്വസിക്കാമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് മാതാവിൻ്റെ നല്ല സുഗന്ധം എനിക്ക് കിട്ടിയ റൂമിൽ. ഇത് എത്രത്തോളം പുറത്തുള്ള ആൾക്കാർക്ക് വിശ്വസിക്കുന്ന അറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ശരിക്കും എനിക്ക് പ്രസൻസ് തന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഹാർട്ട് ഫെയിലിയർ വന്നു. അതും ഭയങ്കര
വലിയ ലെവലിൽ തന്നെ, ഒന്നും ചെറുതായിട്ടൊന്നും തന്നിട്ടില്ല, എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വന്ന്. അപ്പോഴും ഞങ്ങളുടെ ഈശോനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി. ഞങ്ങൾക്ക് സഹനം തരുമ്പോൾ ഞങ്ങൾ ഈശോനെ മഹത്വപ്പെടുത്തി, ഞങ്ങൾ നന്ദിയും പറഞ്ഞു. പക്ഷെ ഈശോ അത് വെറുതെ പുഷ്പം പോലെ ആക്കിയേക്കാണ്. ഹസ്ബൻഡ് ഈ സൗത്ത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്നത്, എസ്പെഷ്യലി കൊറോണ ടൈം ആണെങ്കിലും ഈ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എക്സ്റ്റെൻസീവ് ട്രാവലിംഗ് ആണ്. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്കൊരു ടെൻഷനും ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈശോ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇനി ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് വല്ല ട്രെയിനിലൊക്കെ വെച്ച് വല്ല അറ്റാക്കൊക്കെ വന്നാൽ ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല. കൃപയുടെ ചേച്ചി അല്ലേ, പേരെന്തായിരുന്നു? സനു, അലക്സിയ എന്നാണ് ശരിക്കും പേര്, വീട്ടിൽ സനു എന്ന് വിളിക്കും. സനു എന്ന് വിളിക്കും. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്നിട്ട് PGക്ക് വേണ്ടി എക്സാം എഴുതിയിട്ട് ഇരിക്കുക, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അനിയത്തി കൃപ അല്ലേ, ഇപ്പോൾ 1200-ൽ 1200 മാർക്കൊക്കെ നേടി. ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ, എന്ത് പറയുന്നു ഈ നിമിഷം? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കൃപ റിസൾട്ട് വന്നതിന് കുറച്ച് മുമ്പ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് പേടിയാണ്, ടെൻഷനാണ്, എന്താണ് ആളുടെ പേടി എന്താ, ഫുള്ള് കിട്ടുമെന്നായിരുന്നോ അതോ? അങ്ങനെയല്ല, എന്തായാലും ഈ കഴിഞ്ഞ പ്രാവശ്യം +1 അവനിങ്ങനെ ഫുൾ മാർക്ക് കിട്ടിയോണ്ട് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ എന്തായാലും ഒരു സാധനം ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ കൃപക്ക് എനിക്ക് ടെൻഷൻ ആവണം, എനിക്ക് ഫുള്ളേ വേണമെങ്കിലും വേണമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ തമാശക്ക് അവൻ്റെ അടുത്ത് ഇങ്ങനെ വെറുതെ പറഞ്ഞായിരുന്നു, നിനക്ക് പിന്നെ ഇനിയിപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയാം, എന്നിട്ട് നിനക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. എന്നിട്ട് ഞങ്ങള് റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ഞങ്ങളിങ്ങനെ ഇതിപ്പോ മാർക്കാണോ നമുക്കിങ്ങനെ മനസ്സിലാവണോടെ ഉണ്ടായിരുന്നില്ല. ആളുടെ ആ ഒരു സമയത്തെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി പറ്റണില്ലായിരുന്നു. പനിയൊക്കെ പിടിച്ചിട്ട് അവനിങ്ങനെ ഇത് എന്താണെന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്, അതായത് പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നോ? എങ്ങനെയാണ് ഒരു ചേച്ചി എന്ന നിലയിൽ ഹൗ യു സപ്പോർട്ടഡ് ഹെർ, എങ്ങനെയാണ്, ഇമോഷണലി ആയിരുന്നോ? ഇമോഷണലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കൃപക്ക് ഫ്രഞ്ച് പഠിപ്പിക്കാൻ ഞാനാണ് ഹെൽപ്പ് ചെയ്യാറ്, അവനെ ഫ്രഞ്ച് പഠിപ്പിക്കണ ഞാനായിരുന്നു. അപ്പോൾ ചേച്ചി എന്ന നിലയിൽ ഫ്രഞ്ച് ഒക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃപയുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ അക്കാഡമിക്കലി ഷീസ് വെരി എന്താ പറയുക എക്സൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ നോക്കി കാണുന്ന ആളുടെ ഒരു ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രിഫർ ചെയ്യാനുണ്ടോ? അങ്ങനെ ഞാനായിട്ട് കൃപക്ക് ഇങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കൃപക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം, അത് എന്താണ് അവന് ഹാപ്പിനെസ് കൊടുക്കണം, അത് അവൻ പെർസ്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നീ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. ഒരു ചേച്ചി എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു അനിയത്തിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് അല്ലേ? അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരോട് ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചേച്ചി അനിയത്തിമാരൊക്കെ വഴക്ക് കൂടുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര പോസിറ്റീവാണ്, വെൽ അറ്റാച്ച്ഡ് ആണ്. എങ്ങനെയാണ്, ഒരു പ്രേയർഫുൾ ലൈഫാണോ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത്? ഞങ്ങൾ സാധാരണ എല്ലാ ചേച്ചി അനിയത്തിമാരെ പോലെ ഞങ്ങൾ നല്ല അടിപിടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ കൃപ. എനിക്കറിയില്ല, ഞാൻ പലപ്പോഴും ഇങ്ങനെ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് പോയിട്ട് സംസാരിക്കാൻ, ഇപ്പം മമ്മീനെയും ഡാഡിനെയൊക്കെ പറ്റി നമുക്ക് അടുത്ത് സംസാരിക്കണേനേക്കാളും കൂടുതൽ നമുക്ക് സിബ്ലിംഗ് ആകുമ്പോഴത്തേക്കും കൂടുതൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് കൃപ എന്ന് പറയുന്ന ലൈഫിൽ എൻ്റെ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ ദൈവത്തിന് അതിന് ഒരുപാട് നന്ദി. അപ്പോൾ കൃപ, എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. എന്താണ് ഇനി ഭാവി പ്ലാൻസ് ഒക്കെ? ഞാൻ ഇനി BSc സൈക്കോളജി പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കറണ്ട് പ്ലാന്. പിന്നെ ജസ്റ്റ് ബാച്ചിലേഴ്സ് എടുത്തുകൊണ്ട് മാത്രം സൈക്കോളജി നമുക്ക് വലിയായിട്ടൊന്നും പേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാസ്റ്റേഴ്സും കൂടി എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ദൈവം ഇത്രയും നാളും കൂടെ ഉണ്ടായി. ഇനിയുള്ള ജീവിതത്തിലും കൃപയുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും ദൈവം ഇനിയും കൂടെ ഉണ്ടാകട്ടെ. ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും നിങ്ങളെ തേടിയെത്തട്ടെ. ഇത്രയും സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിൽ ഒത്തിരി നന്ദി.